പാളിച്ചകൾ ഉണ്ടാകും. സദയം ക്ഷമിക്കുക. അപ്പോൾ അവരെ നമ്മളോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത രംഗാവിഷ്കാരം ഉഷാറാക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ അവർക്ക് നമുക്കിത് കണ്ട് അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഇനി വേദിയിൽ രംഗാവിഷ്കാരത്തിന് സരിത കൈതോല, ആയിന, സലിം കുളത്തിപ്പടി, റാലിമ ബിജു, മെഹറുനിസ പ്രമോദ്, മഹേഷ് ഇരിങ്ങാലക്കുട, സുഭാഷ് പോണോളി, സ്വരാജ് പി ടി, ജയറാം വാഴൂർ, ഇത്രയും പേരാണ് രംഗാവിഷ്കാരത്തിന് വേദിയിലെത്തുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ജയറാം വാഴൂരിൻ്റെ കാത്തിരിപ്പ് എന്ന കവിതയുടെ രംഗാവിഷ്കാരം, സംവിധാനം സുധാകരൻ സാർ. അപ്പോൾ രംഗാവിഷ്കാരം തുടങ്ങുന്നു. ചാവുനിലം ഇഷ്ടകവിതയിൽ വന്ന ശ്രീ ജയറാം വാഴൂരിൻ്റെ കാത്തിരിപ്പ് എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം. ചാവുനിലം. പ്രിയമുള്ളവരെ, സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ മറന്നുപോകുന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ നിസ്സംഗത ചൂണ്ടിക്കാട്ടുന്ന ഒന്നാണ് കാത്തിരിപ്പ്. രാസലഹരിയുടെ ബലിയാടാകുന്ന ജീവിതങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഈ കവിത. ഇത് ചാവുനീലം എന്ന പേരിൽ സുധാകരൻ മാസ്റ്റർ രംഗാവിഷ്കാരം ഇതിന് നൽകിയിരിക്കുകയാണ്. ചോരത്തിക്കനലെരിഞ്ഞു തീരുവാൻ കാത്തിരിപ്പൂ വഴി കണ്ണുമായവർ, ചോരത്തിക്കനലെരിഞ്ഞു തീരുവാൻ കാത്തിരിപ്പൂ വഴി കണ്ണുമായവർ, കണ്ണടച്ചിരുട്ടാക്കുക ലോകമേ, കണ്ണടച്ചിരുട്ടാക്കുക ലോകമേ, ലഹരിയാം ഇരുൾ വഴിയിൽ പടരവേ, ലഹരിയാമിരുൾ വഴിയിൽ പടരവേ, കൂരിരുൾ വഴിയിൽ നട്ടിരുന്നൊരാ നാലുമിഴികളും കുമ്പിയടയുന്നു, കൂരിരുൾ വഴിയിൽ നട്ടിരുന്നൊരാ നാലുമിഴികളും കുമ്പിയടയുന്നു. എനിക്ക് പേടിയാകുന്നു അമ്മേ. ഉറങ്ങിക്കോ മോളെ. എനിക്ക് വിശന്നിട്ട് വയ്യ അമ്മേ. നമുക്ക് ഈ കണ്ണീര് കുടിച്ച് വിശപ്പടക്കാനാണ് മോളെ വിധി. 3 ദിവസമായി നിന്റെ അച്ഛൻ ഇവിടുന്ന് പോയിട്ട്. ലഹരിയുടെ ഭ്രാന്ത് മൂത്ത ആ മനുഷ്യൻ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, അച്ഛനെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാണമ്മേ. 3 രാവായി തെളിഞ്ഞില്ലിരുട്ടിലാ ധൂമകേതുവായി മാറുന്ന രക്ഷകൻ, കുഞ്ഞുറക്കം കെടുത്തിയുറയ്ക്കാത്ത കാലുമായി അകം പൂകി ലഹരിതൻ ഭ്രാന്തവേഗത്തിലാ കാലഭൈരവൻ, കെട്ടിയാടി ഉറയുന്ന ശിക്ഷകൻ. രാസലഹരി പൊതികളൊളിപ്പിച്ച ഹിംസ വാഴുന്ന ചാവുനിലങ്ങളിൽ, രാസലഹരി പൊതികളൊളിപ്പിച്ച ഹിംസ വാഴുന്ന ചാവുനിലങ്ങളിൽ
രാവിലെത്തി വിഷസഞ്ചി വീർപ്പിച്ചിഴഞ്ഞിഴഞ്ഞണയാറുള്ള തക്ഷകൻ. വരുന്നുണ്ട് ആ കാപാലികൻ. ഇന്നിനി ഇവിടെ എന്തൊക്കെ നടക്കുവാവോ? നിന്നെ ഞാനിന്ന് നീ പുതിയ പെട്ടെന്ന് ഒളിപ്പിക്കണം. എവിടെ ഒളിപ്പിക്ക? എവിടെ ഒളിപ്പിക്കാന്ന് നിന്നോട് ചോദിച്ചത് കേട്ടില്ലടി. നിന്നെ ഇത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള രാസലഹരിയാ. ഇത് വിറ്റ് നമുക്ക് കോടീശ്വരന്മാരെ പോലെ ജീവിക്കാം. ഇപ്പൊ ഇത് ഒളിപ്പിച്ചു വെക്കണം. പൊന്നു പറ, പോലീസ് എന്റെ പറയുണ്ട്. നീ ഒന്ന് സഹായിക്കേ. എവിടെ ഒളിപ്പിച്ചു വെക്കാം? മനുഷ്യനെ കൊല്ലാതെ കൊല്ലുന്ന ഈ വിഷപ്പൊതി ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ പോലീസിനോട് പറയും. എന്റെ മോളെ നീ പറയൂടി. അതിന് നീ ചീച്ചി മറ്റു വേണ്ടേ? ആര് ചോദിച്ചാലും മിണ്ടിപ്പോരുത്. മിണ്ടിയ രണ്ടിനെ കൊന്നുകളയും ഞാൻ. പോലീസിനെ പട്ടിയാക്കുന്നോടാ റാസ്കൽ. പുതിയോടാ പുതിയോടാ ഒളിപ്പിച്ചേ. എടുക്കടാ പുറത്ത്. ഇവളെയും പരിശോധിക്കണം. ഇവളുടെ ഒക്കെ അടിയിലാവും ബാക്കി വച്ചേക്കുന്നത്. എങ്കിട്ട് മാറി കടി കൊച്ചേ. ഇനി ഈ വീട്ടിൽ എന്റെ കുഞ്ഞിന് രക്ഷയില്ല. ലഹരിയുടെ വിഷപ്പല്ലുകൾ ഈ കുഞ്ഞിനെയും കടിച്ചു കീറും. അതിനു മുമ്പ് ഞാൻ ഇവളെ സുരക്ഷിതമായ ഒരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. വിശപ്പറിയാത്ത ലോകത്തേക്ക്. അവിടെയെങ്കിലും ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാമല്ലോ. ഒരു ജീവനെയല്ല, നാളെയുടെ വാഗ്ദാനങ്ങളാവേണ്ട ഒരു തലമുറയെ തന്നെയാണ്. MDMA-യും സ്റ്റാമ്പുകളും നിങ്ങളുടെ വീടുപടികളിലും എത്തിക്കഴിഞ്ഞു. നാളെ അത് നിങ്ങളുടെ മക്കളിലേക്ക് നീളും. ഇനിയും നമ്മൾ കണ്ണടച്ചിരിക്കണോ? ഈ വിഷസഞ്ചികളെ നമ്മുടെ തെരുവുകളിൽ വാഴിക്കാൻ അനുവദിക്കണോ? കിണറിന്റെ ആഴത്തിൽ
ലഹരിയാമിരുൾ വഴിയിൽ പടരവേ ചോരത്തീ കനലെരിഞ്ഞു തീരുവാൻ ഇനിയുമെത്ര ജന്മങ്ങളൊടുങ്ങണം ഇനിയുമെത്ര ജന്മങ്ങളൊടുങ്ങണം. പ്രിയമുള്ളവരെ, ചാവുനിലം ഇവിടെ പൂർണ്ണമാകുന്നു. കാവ്യരചന ജയറാം വാഴൂർ, രംഗാവിഷ്കാരവും സംവിധാനവും ശ്രീ കെ സുധാകരൻ. ഇതിൽ രംഗത്ത് വേദിയിലുള്ളവരുടെ നിങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്രീ കെ സുധാകരൻ, സരിത കൈതോല, ആയില. കുട്ടിയുടെ ശബ്ദം കൊടുത്തത് സരിതയുടെ മകൾ ആയില. ഒരു നല്ല കയ്യടി അവൾക്ക് വേണ്ടി കൊടുക്കാം. അരുൺ ദിവാകർ, എൻ സുധാകരൻ കെ. ഇതിൽ അഭിനയിച്ചവർ ഏറ്റവും അറ്റത്തുനിന്ന് സലീം കുളത്തിപ്പടി, റാലിമ ബിജു, സരിത കൈതോല, ആയിന, സ്വരാജ് പി ടി, സുഭാഷ് പോണോലി, മഹേഷ് ഇരിഞ്ഞാലക്കുട, മെറുന്നീസ പ്രമോദ്. സംവിധാനവും സാക്ഷാത്കാരവും ശ്രീ കെ സുധാകരൻ. ചാവുനിലത്തിന് സാക്ഷികളായതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.